Hi everyone, welcome to the Women of Honor series. ഇന്ന് ഒരു ഇൻസിഡൻറ്റ് പറയാമെന്ന് വിചാരിക്കുകയാണ്. അതായത് വളരെ റീസെൻ്റായിട്ട് 1-2 മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായൊരു സംഭവമാണ്. അത് നമുക്കിങ്ങനെ പറയാം, അതിന് ദ പ്രസൻറ്റ് ഡേ ക്രൈസിസ് എന്ന് പറയാം. അതായത് പലപ്പോഴും ഈ ഫ്ലൈറ്റ് ഡിലേ ആയത് നമുക്കറിയാം. പ്രത്യേകിച്ച് ഡൽഹി അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ കാലാവസ്ഥ പ്രശ്നങ്ങൾ കൊണ്ട് ഫ്ലൈറ്റിനൊക്കെ ഒത്തിരിയും ഡിലേയ്സ് വന്നതും അതുപോലെ പാസഞ്ചേഴ്സ് കഷ്ടപ്പെട്ടതൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇത് ഒരു സംഭവം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് 2-3 months ബാക്ക് ഉണ്ടായൊരു സംഭവമാണ്. ഒരു പാസഞ്ചർ വന്നിട്ട് ഇൻഡിഗോ ഫ്ലൈറ്റിൽ ബോംബെയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഫ്ലൈ ചെയ്യായിരുന്നു. പക്ഷെങ്കിൽ അദ്ദേഹം റെസ്റ്റ് റൂം യൂസ് ചെയ്യാനായിട്ട് റൂമിൽ പോയി കഴിഞ്ഞപ്പോൾ അത് ലോക്ക്ഡപ്പായി പോയി, ലാബറട്ടറിക്കുള്ളിൽ കുടുങ്ങിപ്പോയാണ്. അത് എങ്ങനെ ഡ്യൂ ടു ദ മാൽ ഫങ്ഷൻ ഓഫ് ദി ഡോറാണ് പ്രശ്നം. പക്ഷേ എയർലൈൻ സ്റ്റാഫിന് അയാളെ ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചില്ല. ഇത് ഫുൾ എൻറ്റയർ ഫ്ലൈറ്റ് ടൈം അദ്ദേഹം വന്നിട്ട് അതായത് ബോംബെയിൽ നിന്ന് ബാംഗ്ലൂരിലെത്തുന്നവരെ ലാബറട്ടറിക്കുള്ളിൽ തന്നെ കഴിയേണ്ടി വന്നു. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഇത് പേപ്പറിൽ വന്നതാണ്. അതുപോലെ ബാംഗ്ലൂർ റീച്ച് ആയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എയർലൈൻ്റെ ആൾക്കാർ അദ്ദേഹത്തെ ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറക്കുകയുണ്ടായി. അങ്ങനത്തെ ഒരു അനുഭവം നമുക്ക് വരുന്നെങ്കിൽ, അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന ഒരു ആൾക്കാണെങ്കിൽ എന്തൊരു നമുക്ക് സഹിക്കാൻ പറ്റാവുന്നതിനപ്പുറമായിട്ട് നമുക്ക് അത് ഫീൽ ചെയ്യുമെന്നുള്ളതാണ്. ഏത് സമയത്ത് എന്തും സംഭവിക്കാമെന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണിത്. നമ്മളുടെ അൺസർട്ടനിറ്റി, ഒരു കാര്യത്തിനും ഇങ്ങനെ സംഭവിക്കും അല്ലെങ്കിൽ ഇത് തന്നെ ആകും അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കത്തില്ല. എപ്പോഴും കരുതലോടെ ഇരിക്കുക. അതുപോലെ തന്നെ നമ്മൾ പ്രിക്കോഷൻ എടുക്കേണ്ടത് പ്രിക്കോഷൻ എടുക്കുക. ഇങ്ങനെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന എക്സ്പീരിയൻസ് ഉള്ളവർക്കറിയാം, ഓരോ ഫ്ലൈറ്റിൽ ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും. ചിലത് നന്നായിരിക്കും. ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകൾ പ്രത്യേകിച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും ചിലതൊക്കെ വലിയ കുഴപ്പമില്ലാതെയൊക്കെ പോകും. എങ്കിലും നമുക്ക് യാത്ര ചെയ്യാതിരിക്കാൻ സാധിക്കത്തില്ലല്ലോ. എന്തായാലും എല്ലാവരും കെയർ എടുക്കുക. ഇങ്ങനൊരു സംഭവം വളരെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന പോലെ ഇല്ല എന്നുള്ളതാണ്. നിങ്ങളുടെ കമൻറ്റുകൾ പറയുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ.